സെൽട്ടോസ് ഒക്കെ നമുക്ക് എന്തായാലും ഒരു മാസം ഒരു 7-8 വണ്ടി എന്തായാലും വിൽക്കും. കിയൻ്റെ വണ്ടികൾ, സെൽട്ടോസ് എന്നല്ല, കിയൻ്റെ വണ്ടികൾ. അപ്പോൾ എലൈറ്റ് ഇപ്പം ഇല്ല, ഇപ്പോൾ ഷേപ്പ് മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്ലീൻ പീസ് എലൈറ്റ് i20 ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണിത്. ഡീസലാണല്ല, ഡീസൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും, 20ന്റെ മുകളിൽ മൈലേജ് കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു കോമ്പാക്ട് എസ്യുവി, മൈലേജും സേഫ്റ്റി. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു സാധനം ഡീസൽ ഓട്ടോമാറ്റിക് സെൽട്ടോസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അനസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ക്യാപ്സ് കാസില്. താഴെ ഒരു കാറ് കൊണ്ടൊരു എന്താ പറയാ പൂക്കളം വെച്ചിരിക്കുക. മൊത്തം നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ല, അത്രയും കാറാ താഴെ. അതുകൊണ്ടാണ് നമ്മൾ മേലെ വെച്ച് ഇന്ന് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചത്. സാറിന് നമ്മൾ താഴെ നിന്ന് കാറിന് പോലെ തന്നെ എടുക്കാറ്. കുറച്ച് വണ്ടി വന്നിട്ടുണ്ട്, ഒരു 10-12 വണ്ടിയോളം പുതിയ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ സ്റ്റോക്ക് ഉള്ളിൽ കയറ്റിയിട്ടേക്കാണ്. എല്ലാം ഉള്ളിൽ കയറ്റിയിട്ടു, ഗ്യാപ്പില്ല, സ്ഥലം വെക്കാൻ സ്ഥലമില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇനിയിപ്പോ പുറത്ത് എടുത്തിട്ട് ചെയ്യേണ്ടി വരും, വീഡിയോ ചെയ്യുമ്പോൾ മാറ്റി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ക്യാപ്സ് കാസിലാണ് നമ്മൾ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്, തിരുവണ്ണൂർ, അതാണ് ലൊക്കേഷൻ അല്ലേ? ഓക്കെ, എല്ലാവർക്കും വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് വ്യൂ പറഞ്ഞോ മറ്റോ ദയവായിട്ടൊരു കമൻറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല. നമുക്കൊരു സന്തോഷമാണ്, പുതിയ പുതിയ ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മളൊരു സന്തോഷമാണ്. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക, വിട്ട് വരുത്. അതേപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനങ്ങളാണ് കൂടുതലും ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ മോഡൽ കൂടിയ വണ്ടികളാണ് അധികം ഉണ്ടാവുക. 2016-17 ശേഷം കൂടുതലുണ്ടാവും. നമുക്ക് ഹാഷ് ബാക്കും ഉണ്ട്, 2-3 വണ്ടിയോളം ഹാഷ് ബാക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ഡീസൽ, സാധാരണ നമ്മളധികം ഡീസൽ വണ്ടികൾ കാണിക്കാറില്ല. ഈ പ്രാവശ്യം ഒരു 4 വണ്ടിയോളം ഡീസൽ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഡീസലും വന്നിട്ടുണ്ട് കോമ്പാക്ട് SUV. എല്ലാ ചേഞ്ചസും നമ്മൾ വരുത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം, എല്ലാവരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഓക്കെ, നോക്കാം. എന്തായാലും കോഴിക്കോട് മാങ്കാവ്, തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോയിലെ റൈറ്റ് സൈഡ് ടോപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ, ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേര കാസ് ഞങ്ങളുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഇതാ താഴെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുക്കുന്നതാണ് നമ്പർ മേര കാസിൻ്റെ. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എവിടെയും പോകാതെ ഞങ്ങളുടെ ഇൻസ്പെക്ടേഴ്സ് അവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ വാഹനം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ മറന്നുകൊണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ക്യാപ്സിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്ത് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ കൊണ്ടുപോകും അല്ലാതെ സാർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാഹനത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ കിയ ഷോറൂം, MG ഷോറൂം തുടങ്ങിയ സ്കോഡ ഷോറൂം ഇവരൊക്കെ ആയിട്ട് ഇവർക്ക് മരണം ടൈപ്പാന്ന് തോന്നുന്നു. ഇതിന്റെ വാഹനങ്ങളാണ് കൂടുതൽ. നമുക്ക് ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സ് അതിനാണ് വിളിക്കുന്നത്, എൻക്വയറി ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ വണ്ടി വെക്കാതെ വേറെ ഏതെങ്കിലും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതാണ് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. കുഷാക്ക്, ക്രെറ്റ, സെൽട്ടോസ്, സോണറ്റ്, ടൈഗൂൺ, MG ഹെക്ടർ, ഈ സാധനം, ഹാരിയർ കോമ്പസ് SUV ഈ ഒരു സാധനമാണ് മെയിൻ ഹൈലൈറ്റ്. എല്ലാം ഉണ്ട്. ചെറുത് പിന്നെ എപ്പോഴും വരും, എല്ലാ വണ്ടികളും ഉണ്ടാവും ചെറുതിൽ, ഓൾമോസ്റ്റ് വണ്ടികളും. അതിലൊക്കെ സെൽട്ടോസ് ഒക്കെ നമുക്ക് എന്തായാലും ഒരു മാസം ഒരു 7-8 വണ്ടി എന്തായാലും വിൽക്കും. കിയൻ്റെ വണ്ടികൾ, സെൽട്ടോസ് എന്നല്ല, കിയൻ്റെ വണ്ടികൾ. കാരണം കഴിഞ്ഞ മാസമൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിറ്റത് കാരൻസ് ആയിരുന്നു. കിട്ടിയതും കാരൻസ് ആണ്, 7 സീറ്റർ കൊടുത്തതും കാരൻസ്. ഒരു 5 വണ്ടിയോളം കാരൻസ് പോയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ സെൽട്ടോസ് ആണ്, KL5 കോട്ടയം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. IMT പെട്രോൾ ആണ് വണ്ടി വരുന്നത്. HTK പ്ലസ്. ഓക്കെ, HTK പ്ലസ് IMTയിലേക്ക് വരുമ്പോൾ സൺറൂഫ്, പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. IMT ഓട്ടോമാറ്റിക് ആണ്, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, മാനുവൽ ഗിയർ ഉണ്ടാവും. പക്ഷേ നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല. ക്ലച്ച് ഔട്ട് വണ്ടി ഓഫായി പോകുന്ന വർഷം അങ്ങനത്തെ ഒന്നും വരില്ല. ഗിയർ നിങ്ങൾക്ക് സ്പീഡ് പെട്ടെന്ന് കുറക്കണമെങ്കിൽ ഡൗൺ ചെയ്യാം, കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാം, പവർ കൂട്ടണമെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാം, അതൊക്കെ ചെയ്യാൻ പറ്റും. ക്ലച്ച് ഉണ്ടാവില്ല, നമ്മൾ ചെയ്താൽ തന്നെ വേറൊരു പ്രശ്നമില്ല. ഓക്കെ, 22 മോഡലാ? 21. വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ട്? 2024 9 മാസം വരെ വാറണ്ടി ഉള്ളത്. അതൊക്കെ നമുക്ക് കമ്പനിയായിട്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ പുറത്ത് വേറൊരു ടീമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്, അവരായിട്ട് നമുക്ക് എടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ. മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജൊക്കെ ഒരു 12 തൊട്ടിട്ട് 16 വരെ ആ റേഞ്ച് കിട്ടും. ആ റേഞ്ച് ഒരു സിറ്റിയിലേക്കൊക്കെ ആണെങ്കിൽ 12 റേഞ്ചും, സ്ട്രേറ്റ് റോഡ്. കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, മനസ്സിലായി ഇങ്ങനെ തള്ളണോ മൈലേജ് എന്ന് പറഞ്ഞ്. തള്ളുന്നതല്ല, സത്യം പറയാൻ കിട്ടാത്തവരും ഉണ്ടാവും, കിട്ടുന്നവരും ഉണ്ടാവും. ഡെഫിനറ്റ്ലി രണ്ട് സൈഡും ഉണ്ടാവും. അപ്പോൾ ഒരു ആവറേജ് മൈലേജ് പറയുന്നത്, അതായത് ഓടിച്ച് ഇത്ര വരെ കിട്ടാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അത് കിട്ടുന്നല്ല അവകാശം. പ്രൈസിങ് എങ്ങനെയാ?
റേറ്റ് നമ്മൾ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 13.5 ലക്ഷം രൂപ. 13,50,000 രൂപയ്ക്ക് 2021 ടോപ്പ് എൻഡ് IMT ടോപ്പ് അല്ല അല്ല IMT HTK പ്ലസ് ഇത് STK പ്ലസ് അല്ല ഇത് ടോപ്പിലേക്ക് വരുമ്പോൾ DCT വരും അല്ലേ? DCT വരും. ഓക്കെ. ഇത് STK പ്ലസ് ആണ്. ഓപ്ഷൻസ് ഉണ്ട്. അതായത് വെന്റിലേഷൻ സീറ്റ് ഇല്ല, 360 ഡിഗ്രി ക്യാമറ, ബാക്കിയെല്ലാം വരും, അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ 13,50,000 സോറി 50,000 13 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു 2021 IMT ഓട്ടോമാറ്റിക് സെൽട്ടോസ് പെട്രോൾ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്കൊരു 85-90% ലോൺ കയറും. ₹1-1.5 മാക്സിമം ഇറക്കാം. ഓക്കെ. വീണ്ടും മലയാളീസ് വീണ്ടും സെൽട്ടോസ് ആണ് ഇവിടെ. KL 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ. അടുത്ത വണ്ടി 54 കൊണ്ടോട്ടി അല്ലേ? ഓക്കെ. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ GTX ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ് വണ്ടി വരുന്നത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 21 35,000 കിലോമീറ്റർ 21 രജിസ്ട്രേഷൻ വരുന്നതാണ്. അത് തൊട്ടിട്ടാണ് വാറണ്ടി കൂട്ടുക. 26 വരെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ? അല്ല, 3 വർഷമേ വരുള്ളൂ. 3 വർഷം. 24 കഴിഞ്ഞു, വാറണ്ടി ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. ഓക്കെ. കമ്പനി സർവീസ് പ്രോപ്പറല്ലേ? 35,000 കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അല്ല, ഓട്ടോമാറ്റിക് പെട്രോൾ അല്ല. ടോപ്പ് എൻഡ് ആണ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം. ഏതാ ഓട്ടോമാറ്റിക് വരുന്നത്? DCT 7 സ്പീഡ് ആണ് വരാം. ഇപ്പോഴത്തേലും മാറി. ഇപ്പോഴത്തെ CVT DCT തന്നെ വരുന്നുള്ളൂ. ഇവർക്ക് DCT തന്നെ വരുന്നുള്ളൂ. MG CVT-ലേക്ക് മാറി. MG DCT ആയിരുന്നു ഉണ്ടായിരുന്നത്. മൈലേജിന്റെ ഷോർട്ട് MGക്ക് വന്നുകൊണ്ട് അവർ CVT-ലേക്ക് മാറി. ക്ലെയിം ഒന്നുമില്ലല്ലോ ഇതിൽ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം. ഒരു 11 to 15 അകത്തായിട്ട് മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജ് ഉണ്ട് ഈ വണ്ടികൾക്ക്. പ്രത്യേകിച്ച് സ്ട്രേറ്റ് റോഡൊക്കെ പോകുമ്പോൾ നല്ല മൈലേജ്. 16 രൂപ കിട്ടും. സ്ട്രേറ്റ് റോഡ് മൈലേജ് ഉണ്ട്. 16 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ട്. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 15,90,000 രൂപ. 15,90,000 20 മോഡൽ 21 രജിസ്ട്രേഷൻ GT ലൈൻ കിയ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 35,000 കിലോമീറ്റർ മാത്രം കൂടിയ വാഹനം. അതെ. ലോണിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അത് എടുത്ത് പറയേണ്ട തന്നെയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം 360 ഡിഗ്രി ക്യാമറ, വെന്റിലേഷൻ സീറ്റ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 6 എയർ ബാഗ്, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സൺറൂഫ്. അപ്പോൾ എത്രയിപ്പോൾ? സോറി, എത്രയാണെന്നല്ല, ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്കൊരു 85% ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തൊരു നെക്സോൺ ആണ്. അതായത് 2 നെക്സോൺ ഉണ്ട്. സെയിം കളർ സെയിം ലുക്ക് 2 നെക്സോൺ ഉണ്ട്. ഇരട്ടകൾ അല്ലേ? ഇത് KL 9 പാലക്കാട് രജിസ്ട്രേഷൻ വരുന്ന നെക്സോൺ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല് ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഡീസൽ ആണല്ലേ? ഡീസൽ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20ന്റെ മുകളിൽ മൈലേജ് കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു കോമ്പാക്ട് SUV. മൈലേജും സേഫ്റ്റി അത് രണ്ടാണ് ഇതിന്റെ മെയിൻ. 21 എത്ര ഓട്ടം പോയി? 53,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏതാ ഓപ്ഷൻ ഇത്? XZ പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ XZ പ്ലസ് ഓപ്ഷണൽ ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഉണ്ടാവും. ബാക്കി എൻ്റയർ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ടാവും. പ്ലസ് ഓപ്ഷനിൽ വരുന്നുണ്ട്. പ്ലസ് ഓപ്ഷൻ. ബാക്കി ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ബേസിക് ആയിട്ട് അലോയ് വീൽ, എല്ലാ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺറൂഫ് ഇല്ലാത്ത ഓപ്ഷനാണ് 2021. ഓക്കെ. കമ്പനി സർവീസ് പ്രോപ്പർ അല്ലേ? കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. എത്ര ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 9,25,000. 9.5 ലക്ഷം രൂപയ്ക്ക് 2021 XZ പ്ലസ് ഡീസൽ നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 8-8.5 കൊടുക്കാം. 8.5 വരെ 1 ലാക്ക് കണ്ടിറക്കാം. ഇറക്കി കൊടുക്കാം. 1,50,000 ഒക്കെ കണ്ടിറക്കാൻ പറ്റും. അതെ. ഇറക്കി വിടും. ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിം നെക്സോൺ ഉണ്ടെന്ന്. തൊട്ടിപ്പുറത്ത് KL 63 രജിസ്ട്രേഷനിൽ സെയിം സാധനം, സെയിം കളർ. പക്ഷേ സൺറൂഫ് ഉണ്ടല്ലേ ഇതിൽ? സൺറൂഫ് ഉണ്ട് ഇതിൽ. അതിൽ സൺറൂഫ് ഇല്ല, ഇതിൽ സൺറൂഫ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ ഇത്? അല്ല, ഇത് XMS ആണ്. ഓ, XML സൺറൂഫ് കൊടുക്കുന്ന വേരിയന്റ് ഉണ്ട്. XMS വല്ലാത്തൊരു മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ മിഡിൽ ഓപ്ഷനിൽ സൺറൂഫ് കൊടുക്കുന്നത്. വല്ലാത്തൊരു ചെയ്താലേ ഇത് XZ പ്ലസ് എടുക്കുന്ന പൊട്ടെ. സൺറൂഫ് ഇല്ല. സൺറൂഫ് ഇല്ലാന്നേ ഉള്ളൂ. കാരണം സൺറൂഫ് യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവല്ലോ. നേരെ കുറച്ച് അലോയിൽ സ്ക്രീൻ, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൽ കൊടുക്കുന്നുണ്ട്. ക്യാമറ, ഇതിൽ സൺറൂഫ് മാത്രമേ ഇതിന് വരും. ബാക്കിയുള്ള എൻ്റയർ ഓപ്ഷൻസ്, പുഷ് ബട്ടൺ അടക്കം. ഒരു വല്ലാത്ത ചെയ്ത ഇത് ചെയ്യുന്ന കമ്പനി. ഒരു വല്ലാത്ത ചെയ്തല്ലേ? ഓക്കെ. പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്നാലും മോശമാണ്. ക്ലാസ് ആളുകൾക്കും സൺറൂഫ് ഇരിക്കട്ടെ എന്ന് ഇത് കാണാം. ഓക്കെ.
ഓട്ടെ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും കൊടുത്തൂടെ അത്രയും പൈസ കൊടുത്ത് മറ്റേതെടുക്കും പിന്നെ അതിലും കൊടുത്താൽ അതിനും കൊടുക്കാതെ ഓട്ടെ എന്തൊക്കെ ഓട്ടെ ഇതെങ്ങനെ ഡീറ്റെയിൽ പറ ഇത് 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 36,000 ഇത് ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ കണ്ടാലും മാനുവലായിരുന്നു, ഡീസൽ തന്നെ. മൈലേജ് ചെയ്യുന്നുണ്ടോ? ഒരു 15 to 17 വരെയൊക്കെ എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ? അല്ല MT അല്ലേ? അത്യാവശ്യം കിട്ടും. 19 കിട്ടും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. രണ്ടിന് ഹിസ്റ്ററി ഉണ്ടല്ലോ പ്രോപ്പർ? രണ്ടിന് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് കസ്റ്റമർ വണ്ടിയാണ്, പാർക്കിംഗ് സെയിൽ വെച്ചാണ്. ഏതാണ്ട് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഇപ്പോൾ? പിന്നെ റേറ്റ് നമ്മൾ വയ്ക്കുന്നത് 10,35,000. 10,35,000 2022 ഓട്ടോമാറ്റിക് ഡീസൽ XMS സൺറൂഫ് ഓപ്ഷൻ വരുന്ന നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 9,000 ലോൺ കിട്ടും. 9 റേഞ്ച് എന്തായാലും ലോൺ കിട്ടും. 9 lakhs വരെ ലോൺ കിട്ടും. 9 lakh ലോൺ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സെൽട്ടോസിൽ എത്തി നിൽക്കുകയാണ്. KL 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ, മലപ്പുറം ജില്ലയാണ്. സെൽട്ടോസ് ബ്ലാക്ക് GT ലൈൻ ആണ്. ഇത് 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു സാധനം ഡീസൽ ഓട്ടോമാറ്റിക് സെൽട്ടോസ് എന്ന് പറയുന്നത്. നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും, ഒരു 20 അടുപ്പിച്ചിട്ട് മൈലേജ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ സ്ട്രേറ്റ് റോഡ് ആട്ടോ പറയുന്നത്. CVT ആണോ? ഇതുവരെ DCT വരാം. DCT 7 സ്പീഡ് ആണ് വരാം. 7 സ്പീഡ് DCT. DCT തന്നെ വരുന്നത്. DCT IVT ആണ് വരാം. ഫുൾ ഓപ്ഷനിൽ DCT മാത്രമേ. ഓക്കെ ഓക്കെ. IVT IMT വരുന്നില്ല അല്ലേ? സോണറ്റ് അല്ല? IMT സെൽട്ടോസിൽ ഉണ്ട്. ഉണ്ടോ? നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടി IMT ആണ്. ശരിയാ ശരി. ഓക്കെ, അത് IMT ആണ്. ഓക്കെ. പിന്നെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്ററോടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ്. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വാറണ്ടി ഉണ്ടാവില്ല. 2025 വരെ വാറണ്ടി ഉണ്ടാവും. കസ്റ്റമർക്ക് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 2 വർഷം കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പൊ 3ാമത്തെ വർഷം സ്റ്റാർട്ട് ആയവര് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കൂല. പിന്നെ മാനേജർ അപ്രൂവൽ അങ്ങനെ എന്തൊക്കെ കൊടുത്താലേ കൊടുക്കുള്ളൂ എന്നാണ് അറിവ് നമ്മുടെ. അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 19,75,000. 19,75 ഡീസൽ ഓട്ടോമാറ്റിക് സെൽട്ടോസ് 2022 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. വെന്റിലേഷൻ സീറ്റും കാര്യങ്ങളും എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഒരു അടിപൊളി കോമ്പാക്ട് SUV ആണ്. അതും നല്ല ബ്ലാക്ക് കളർ GT ലൈൻ, ഏറ്റവും ടോപ്പ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വെന്റിലേഷൻ സീറ്റ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ സെൽട്ടോസിൽ മാത്രമേ വരുന്നുള്ളൂ. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, 360 ഡിഗ്രി ക്യാമറ, സൺറൂഫ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഒരുപാട്. അപ്പം മൈലേജ് ഉണ്ടാവും. മൈലേജും ഉണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 17 വരെയൊക്കെ കിട്ടുമായിരിക്കും. 17-18 ഒരു ആവറേജിൽ പറയാം. പക്കാ സ്ട്രേറ്റ് റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 20 കിട്ടും. പിന്നെ ഇപ്പോഴത്തെ നാട്ടിൽ എന്തായാലും ഇപ്പോൾ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രേറ്റ് റോഡ് ഇല്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എവിടെ പോയി ഹെക്ടർ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതാ ഇപ്പോൾ വന്നു കഴിഞ്ഞു. MG ഹെക്ടറാണ്, KL 7 രജിസ്ട്രേഷൻ. ക്യാപ്സിൽ വന്നിട്ട് ഹെക്ടർ കാണാണ്ട് പോയാൽ മോശമാണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2022 മോഡല് ഓട്ടോമാറ്റിക് CVT ആണ്. CVT പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരിക. 2022 CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക്. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ CVT ആണ് വരുന്നത്. DCT ഒഴിവാക്കി, കാരണം അവർക്ക് മൈലേജ് ഷോർട്ടാന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം പരിഹരിക്കാനും പിന്നെ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി DCT-നെക്കാളും കുറവാണ് CVT ഗിയർ ബോക്സിന്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നതാണ് CVT. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. കണ്ടിന്യൂ വേരിയബിൾ ട്രാൻസ്മിഷൻ അല്ല? അതാണ് CVT. ഓക്കെ, ഓട്ടോ എത്ര പോയി? 29,000 കിലോമീറ്റർ ഓടിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം. സിംഗിൾ ഓണർഷിപ്പ്. 29 പറഞ്ഞേ? 29,000. ഓക്കെ, 2022 2 വർഷം കൊണ്ട്. ഇപ്പൊ നിങ്ങൾ എത്ര വണ്ടി വിറ്റ് കാണും ഇത്? അയ്യോ, MG ഹെക്ടർ നമ്മൾ ഒരുപാട് പെട്രോൾ ഓട്ടോമാറ്റിക്കിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് എന്തായാലും 2-3 വണ്ടിയായിട്ട് ഒരു മാസം വിൽക്കും. ഓരോ മാസം വിൽക്കുന്നുണ്ട്. ഓരോ മാസം 2-3 വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈലേജ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടുതൽ ഇത് എടുക്കുക. എല്ലാവർക്കും ഒരു യാത്രാ സുഖം. ഒരു മൈലേജ് നോക്കൂല ഇങ്ങനത്തെ വണ്ടി എടുക്കുമ്പോൾ. അധികം ഒരു 80% ആളുകളും ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാവും. പിന്നെ കൂട്ടത്തിൽ ഒരു ചെറിയ വണ്ടി ആവശ്യങ്ങൾക്ക്. ബാക്കി ഇതൊക്കെ ഒരു 4 ആൾക്കാരെ മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന പോലത്തിൽ അങ്ങനെ യൂസ് ചെയ്ത്. ഓക്കെ, അത്രേ ഉള്ളൂ. 29,000 കമ്പനി സർവീസ് അല്ല? ഫുള്ള് കമ്പനി സർവീസ് ആണ്. 2027 വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും. MG ഹെക്ടർ 5 വർഷത്തേക്കാണ് ആ സമയത്ത് കൊടുത്തത്. ഇപ്പൊ 3 വർഷത്തേക്ക് ആയിട്ടുണ്ട്. ആ സമയത്ത് 2022 5 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്റർ 2022 ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം CVT ഗിയർ ബോക്സ്. എത്ര കൊടുക്കാം? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 16,90,000. 16,90,000 ആസ്കിംഗ് ആണ്.
കുറച്ച് കൊടുക്കാമല്ലോ വില? കുറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ ഇപ്പം ഈ ഇത് എടുക്കുന്ന കസ്റ്റമറിന് പുതിയതൊക്കെ എടുക്കുകയാണെങ്കിൽ 27 ലക്ഷം രൂപയോളം വില ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ട് ഓൾറെഡി. എന്നിരുന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം മാക്സിമം. പിന്നെ ഇതിലേക്ക് പറയുമ്പോൾ വെന്റിലേഷൻ സീറ്റ് വരുന്ന സാധാരണ ഡി സീറ്റിൽ വെന്റിലേഷൻ സീറ്റ് ഒന്നുമില്ല. ഇത് വെന്റിലേഷൻ സീറ്റും എല്ലാം വരുന്ന വണ്ടിയാണ്. ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, 360 ഡിഗ്രി ക്യാമറ, പിന്നെ പനോരമിക് സൺറൂഫ്, അത് പിന്നെ 5 ഹെക്ടർ ഫുൾ ഓപ്ഷൻ. പക്ഷേ വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവാറില്ല. ഇത് അതും വന്നിട്ടുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. ലോൺ ഒരു 5 ലക്ഷം കയറും? ഓ ഷുവർ, എന്തായാലും കയറാം. നല്ല പ്രൊഫൈലാണെങ്കിൽ എന്തായാലും കയറും. പിന്നെ എന്നിരുന്നാലും ഒരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു 85% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ 1690 2022 ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് 29,000 കിലോമീറ്റർ ഓടിയ MG ഹെക്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്ത വണ്ടി നിൽക്കും. അടുത്തത് ഒരു അടിപൊളി ക്യാപ്ചറാണ്, റിനോയുടെ ക്യാപ്ചർ. ഒരു അടിപൊളി SUV ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള റിനോ ക്യാപ്ചർ. എങ്ങനെയാണ് സാർ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. RXL ഡീസൽ മാനുവൽ വണ്ടിയായിരുന്നു. മിഡിൽ ഓപ്ഷൻ ഡീസലിൽ മാനുവൽ. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ? നല്ല മൈലേജ്, 20ന്റെ മുകളിൽ മൈലേജും ഉണ്ട്. ഇത് എത്രയായിരുന്നു വരുന്നത്? 5 cc ഓർമ്മയുണ്ടോ? ഇത് 1.5 ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ട്. 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്, നല്ല പവറും ഉണ്ടാവും. പിന്നെ ഈ RXL പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം സ്ക്രീന്, ക്യാമറ, അലോയ് വീല്, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, പുഷ് ബട്ടൺ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ. വരുമ്പോൾ എന്താ പറയാ, ഒരു ലുക്ക് കൊണ്ടും അത്യാവശ്യം നല്ല ലുക്കുള്ള, നല്ല ലുക്ക്, അത്യാവശ്യം വലുപ്പം കൊണ്ടും അല്ലേ? വലുപ്പം കൊണ്ടും നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പമുണ്ട് വണ്ടി. നല്ല സൗകര്യമുള്ള ഒരു വാഹനമാണ്. SUV സെഗ്മെന്റ് ആണ് റിനോയുടെ. 1500 cc ഡീസൽ വാഹനം, ഒന്നും പറയാനില്ല. ഓക്കെ. ഇതിപ്പോ ഓട്ടം എത്ര പോയത്? ഇതിപ്പം 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 66,000 ഓടിയിട്ടുണ്ട് അല്ലേ? ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. ക്ലീൻ വണ്ടിയല്ലേ? ക്ലീൻ വണ്ടി പക്ക. എത്ര കൊടുക്കാം ഇത്? ഇത് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 6,75,000. 6.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ക്യാപ്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. RXL ഡീസൽ മാനുവൽ വാഹനമാണ്. ലോണ് എത്ര കയറുമല്ലോ? ലോണ് ചിലപ്പം ഫുൾ ലോൺ വരെ കയറിയേക്കാം. കയറാൻ ചാൻസ് ഉണ്ട് അല്ലേ? ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് കണ്ടോളൂ. എന്നിരുന്നാലും മേ ബി ഐ തിങ്ക് സോ ഒരു 1 lakh വരെ കയറാൻ ചാൻസ് ഫുൾ ലോൺ വരെ കയറാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു അടിപൊളി SUV ഇറക്കി കൊണ്ടുപോകാം. അതെ അതെ. ഇനിയിപ്പോ ഈ തമ്പനയിൽ തന്നെ 0 ഡൗൺ പേയ്മെന്റ് ഇല്ല, അത് വെക്കുന്നില്ല. ഇപ്പൊ ട്രെൻഡ് അതാണ്. ഓക്കെ ഓക്കെ, അത് വെക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വരാം. അടുത്ത i20 ആണ്. i20 എലൈറ്റ് ആണ് ഷേപ്പ് വരുന്നത്. KL31 രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞു. ഇത് 2020 മോഡലാണ്. പെട്രോള്, മാനുവൽ, സ്പോർട്സ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ആസ്റ്റ ഓപ്ഷനിൽ ആസ്റ്റ, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് സ്പോർട്സ് പ്ലസ്. ഇതിലേക്ക് വരുമ്പോൾ ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ, ഡീഫോഗർ, അലോയ്സ് കാര്യമെല്ലാം വരും. സ്റ്റെയറിങ്, അലോയ് വീല്, അതേപോലെ തന്നെ മറ്റേ സ്റ്റെയറിംഗ് കൺട്രോള്. സ്റ്റെയറിംഗ് എന്നൊക്കെ പറഞ്ഞു, സ്റ്റെയറിംഗ് ഇല്ലാണ്ട് വണ്ടി സ്റ്റെയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. എയർ ബാഗ് ഒക്കെ ഉണ്ട്. അതായത് പുഷ് ബട്ടൺ ഇല്ല, പിന്നെ ബാക്ക് വൈപ്പർ ഇല്ല, പിന്നെ 6 എയർ ബാഗ് ഇല്ല. ഈ 3 ഡിഫറൻസ് ആണ് കാര്യമായിട്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നത് ആസ്റ്റ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ. അത്രയേ ഉള്ളൂ. 2020 മോഡലാണ്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? ഓട്ടോ 58,000 കിലോമീറ്റർ, മാനുവൽ, സിംഗിൾ ഓണർ. പെട്രോൾ i20 ആണ്. മൈലേജ് കുറച്ച് കുറയും. ഒരു 11 മുതൽ 15ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. 15 കിട്ടും. കാരണം ആ ഒരു ഫസ്റ്റത്തെ ഒരു i20 ഉണ്ടല്ലോ, അതിനുശേഷം വന്ന എലൈറ്റ് i20 വരുമ്പോൾ അത്യാവശ്യം മൈലേജ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എലൈറ്റ് ഇപ്പം ഇല്ല, ഇപ്പോൾ ഷേപ്പ് മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്ലീൻ പീസ് എലൈറ്റ് i20 ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണിത്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ 6,65,000. 6,65,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2020 58,000 കിലോമീറ്റർ ഓടിയ i20 സ്പോർട്സ് പ്ലസ്. ലോൺ ഒരു 5.25 കയറും. 5.25 കയറും. 5.25 എന്തായാലും കയറും. ഓക്കെ. ഇതൊക്കെ സർവീസ് ഹിസ്റ്ററി ഉണ്ടല്ലോ? അല്ലാണ്ട് ഫുള്ള് ഹിസ്റ്ററി ഉണ്ട്. A to Z ഹിസ്റ്ററി ഒക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ. അടുത്തൊരു ഡീസൽ ബ്രസ്സയാണ്. KL18 വടകര രജിസ്ട്രേഷനുള്ള ഡീസൽ ബ്രസ്സ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതിൻ്റെ ഡീറ്റെയിൽസ് 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് VDI ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ് ഡീസലിൽ. അതിൽ തന്നെ ഇവർ ടച്ച് സ്ക്രീനും ബാക്ക് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്യാമറയുണ്ട്, നല്ല അടിപൊളി സ്ക്രീനും ഉണ്ട്. ഓക്കെ. നല്ല ക്ലാരിറ്റി ഉള്ള. അത് എക്സ്ട്രാ ഫിറ്റിംഗ് അതേ എടുത്ത് പറയാനുള്ളൂ, അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. പറഞ്ഞോ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് 81,000 സർവീസ് വരെ കഴിഞ്ഞതാണ് വണ്ടി. ഇപ്പോൾ ഫുൾ ഹിസ്റ്ററിയും 5 വർഷം എങ്ങനെ
19 മോഡൽ. 19 പറയുമ്പോൾ 5 വർഷം. 5 വർഷം കൊണ്ട് 81. ഡീസൽ വണ്ടിയുടെ ഓട്ടം പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ. മൈലേജ് ഉണ്ടാവും. മെയിൻ്റെനൻസും കുറവായിരിക്കും. AMT അല്ലേ ഗിയർ ബോക്സ്? പാട്ട് 19 കിട്ടൂലേ? സുഖമായിട്ട് കിട്ടും. എന്തായാലും കിട്ടും കൺഫേം ആയിട്ട് 18-19. കാരണം CVTക്ക് തന്നെ ഇപ്പം അത്യാവശ്യം ഡീസലിനൊക്കെ 18 റേഞ്ച് മൈലേജ് കിട്ടുന്നു. പുതിയ ടൈപ്പ് ഇതൊക്കെ 20ന്റെ മുകളിൽ മൈലേജ് കിട്ടും. പിന്നെ നെക്സോൺ ഡീസലിന് നമുക്ക് 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെയൊക്കെ ഇതിനും കിട്ടും. ഓക്കെ. അപ്പോൾ ബാക്കി ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് കമ്പനി സർവീസാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 9,25,000. 9.4 ലക്ഷം രൂപയ്ക്ക് 2019 VDI ഓട്ടോമാറ്റിക് ഡീസൽ ബ്രസ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 8 ലക്ഷം ലോൺ കയറുമോ? 8 ലക്ഷം ലോൺ കയറും. 1.4 കണ്ടാ 7 തൊട്ട് 8 വരെ എന്തായാലും ലോൺ കയറും. 1.4 1.5 കണ്ടാ 1.5 റുപ്യൻ്റെ ഇടയിൽ കണ്ടാൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോറി 1.5. ആ റേഞ്ച്. ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ സെയിം സാധനം പെട്രോൾ ഒന്നുണ്ട്. അത് മാനുവലാണ്. 2020 മോഡൽ. 20 12-ാം മാസം വണ്ടി. അതും കിലോമീറ്റർ 30,000 ഓടിയ വണ്ടിയാണ്. അത് 9,65,000 ചോദിക്കണം നമ്മൾ. പെട്രോൾ. ഡീസൽ ലെവലോർ അത് 2020 ZXi പ്ലസ്. ഏറ്റവും ഫുൾ ZXi പ്ലസിൽ ഓട്ടം കുറവായിരിക്കും അല്ലേ? 30,000 ഏറ്റവും ഫുൾ ഓപ്ഷനുമാണ്. കൺഫ്യൂഷൻ ആക്കണ്ട, ഇതിൻ്റെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് 9,25,000 രൂപയ്ക്ക് 2019 VDI ഓട്ടോമാറ്റിക് 88,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ബ്രസ. അതാണ് ഇത് 9.4 ലക്ഷം രൂപയ്ക്ക്. നേരത്തെ പറഞ്ഞത് ഓട്ടോമാറ്റിക് ആണ്. 2020 പെട്രോൾ വാഹനമാണ് അല്ല നേരത്തെ പറഞ്ഞത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ വണ്ടി ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് പറയണം. ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടി കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിന് 9.4 ഡീസൽ ഓട്ടോമാറ്റിക്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു അൾട്രോസ് ആണ്. ടാറ്റ അൾട്രോസ് KL 53 രജിസ്ട്രേഷൻ, പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വാഹനമാണ്. അല്ലേ? അതെ. ആണ്. എന്താ പറഞ്ഞു? എന്തായാലും ആ ഏരിയ ആണ്. പറ. ഇത് 2021 മോഡലാണ്. XZ പെട്രോൾ മാനുവൽ ആണ് വണ്ടി വരുന്നത്. 21 ഏറ്റവും ടോപ്പൻഡല്ല, അതിന്റെ തൊട്ട് താഴെ XZ ആണ്. പ്ലസ് അല്ല. പ്ലസിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എയർ ബാഗിന്റെ എണ്ണത്തിലെ വ്യത്യാസമുള്ളൂ തോന്നുന്നുണ്ട്. എയർ ബാഗ് എത്രയില്ല? രണ്ടില്ല. ഇതിൽ 2 ഉണ്ട്. ഇല്ല, ടാറ്റ 2 കൊടുക്കുന്നുള്ളൂ. പക്ഷേ 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട് ടാറ്റയ്ക്ക്. ഈ XZ പ്ലസിലേക്കുള്ള വേറെ ചേഞ്ചസ് എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ല ഐഡിയ ഇല്ല. കാരണം ഇതിനകത്ത് സ്ക്രീൻ വരുന്നുണ്ട്, ബാക്ക് ക്യാമറ വരുന്നുണ്ട്, ഡിഫോൾട്ട് വരുന്നുണ്ട്, അലോയ് വീൽ ഉണ്ട്, പുഷ് ബട്ടൺ ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പ്രൊജക്റ്റഡ് ഉണ്ട്, എല്ലാ ഓപ്ഷൻസും. സ്റ്റിയറിംഗ് കൺട്രോൾ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റം അങ്ങനെ എന്തോ ആണ് ചെറുത്. ഡിസ്പ്ലേ ഉണ്ട്, സ്ക്രീനും ഉണ്ട്. എന്തെങ്കിലും ഒന്നും ഉണ്ടാവല്ലോ, മാറ്റമായിരിക്കും. അതെ. എയർ ബാഗ് എൻ്റെ അറിവിൽ ടാറ്റ ഒരു വണ്ടിക്ക് കൂടിയ വണ്ടിക്ക് ഹാരിയറിനൊക്കെ ഉണ്ട്. ഒരു നെക്സോൺ വരെ ഉള്ളതിന് 2 എയർ ബാഗ് തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ അതും ഇല്ല ഡിഫറെൻറ്റ്. വേറെ എന്തോ ഒരു ചെറിയ ഡിഫറെൻറ്റ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. അത് കണ്ടോ, തീപ്പൊരി വർക്ക് ഉണ്ട്, തീപ്പൊരി വണ്ടി. ഓക്കെ. പിന്നെ ഇത് റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 6,45,000. 6,45-ന് 2021 23,000 കിലോമീറ്റർ ഓടിയ XZ അൾട്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 12 മുതൽ 15-ന്റെ ഉള്ളിലായിട്ടൊക്കെ മൈലേജ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഹാച്ച് ബാക്ക് പ്രീമിയം എന്നുള്ള സെഗ്മെന്റിൽ അത്യാവശ്യം ഹിറ്റായി പോയ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ലോണൊക്കെ നമുക്കൊരു 5.5 റേഞ്ച് ചെയ്യാം. 1 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ലോൺ കയറി പോകും. ബാക്കി ലോൺ കയറി പോകും. 5 വർഷത്തേക്ക് ലോൺ കിട്ടുകയും ചെയ്യും. അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇന്നത്തെ അവസാനത്തെ വാഹനം Volkswagen Polo KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർ, 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 19 ഹൈലൈൻ ടോപ്പ് എൻഡ് വാഹനമാണ്. അതെ. ഏതാ 1 ലിറ്റർ അല്ലേ വരുന്നത്? 1 ലിറ്റർ ആരാ 2019 1 ലിറ്റർ ആണ്. മൈലേജ് ഉണ്ടാവും 15 തൊട്ട്. ടർബോ അല്ലല്ലോ? ടർബോ അല്ല. സമയത്ത് നോൺ ടർബോ ആയിട്ട് അവർ ഇറക്കിയിട്ടുള്ള രണ്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 16-17 ഒക്കെ കിട്ടുമായിരിക്കും. പഴയ പോളനെ സംബന്ധിച്ചിട്ട് പെട്രോളെ സംബന്ധിച്ചിട്ട് കുറച്ച് കൂടുതലാണ് മൈലേജ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കസ്റ്റമർ പാർക്കിംഗ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ്. ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന 6,75,000. 2019 ഹൈലൈൻ ഹൈലൈൻ പെട്രോൾ വാഹനമാണ്, മാനുവൽ ആണ്. ഓക്കെ. 6,75 ചോദിക്കുന്ന വിലയാണ്. കസ്റ്റമറുമായിട്ട് ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്കൊരു 6 ഉറുപ്പ്യോളം ലോണും കയറും. 5.5-6 അടുപ്പിച്ച് ലോണും കയറും. 6 കിട്ടുകയാണെങ്കിൽ ഒരു 75,000 രൂപ കണ്ടാൽ നല്ലൊരു പ്രീമിയം ഹാഷ് ബാക്ക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പോളോ. അതെ. അത്രയും വെയിറ്റും ഡ്രൈവിംഗ് കംഫർട്ടും സേഫ്റ്റിയും എല്ലാം ഉള്ള ഒരു വാഹനം കൊണ്ടുപോകാം. ലുക്കും ഉണ്ട്. ലുക്കിന്റെ കാര്യത്തിൽ പറയാനില്ലല്ലോ.
ഒന്നും പറയാനില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. തൽക്കാലം നമുക്ക് വേണ്ടി പോയാം. ഇനി അടുത്ത സ്റ്റോക്ക് വന്നിട്ട് കണ്ടാൽ പോരെ? അടുത്ത തവണ ഇനിയും അടുത്ത തവണ വരാനുണ്ട്. അപ്പോൾ മാക്സിമം വിലയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത തവണയും ചെയ്യണം. മാക്സിമം അഡ്ജസ്റ്റ് ആക്കിയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കാം. കാണുന്നവർക്ക് വെറുതെ കണ്ടിട്ട് നഷ്ടപ്പെടരുത്, അതാ പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും റേറ്റ് അടുപ്പിച്ചിട്ടാണ് ഇടുക. കാരണം നമുക്ക് അധികം ഗൾഫ് കസ്റ്റമേഴ്സ് ഒക്കെയാണ് കൂടുതലും പ്രവാസികൾ. ഓക്കെ, അപ്പം ഇവർക്കൊക്കെ ഏതെങ്കിലും റേറ്റ് വലുത് പറഞ്ഞ് പിന്നെ കുറേ ബാർഗെയിൻ ചെയ്ത് പിന്നെ അതിൽ നിന്ന് കുറേ സംസാരിച്ച് അതിനൊന്നും ഇടവരുത്താതെ മാക്സിമം അടുപ്പിച്ചിട്ടാണ് എല്ലാ തവണയും നമ്മൾ ഇടാറുള്ളത്. ആയിക്കോട്ടെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതിൻ്റെ കാരണം കൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ആരെങ്കിലും കണ്ടിട്ട് ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ദയവായിട്ട് ഒരു കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യത്തെ വ്യൂവർന്നോ മറ്റോ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, ഫസ്റ്റ് വ്യൂവർന്നോ മറ്റോ. ഓക്കെ, മറന്നു പോകരുത്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കാർ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാക്കാസ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തു, നമ്മളെയും കോൺടാക്ട് ചെയ്യാം. വിളിച്ചോളൂ, അവരെ വിളിച്ചോളൂ. ഓക്കെ, അപ്പോൾ ക്യാപ്സിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ മുകളിലുണ്ട് വലതേ ഭാഗത്ത്. ഈ വണ്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് മുകളിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. മനസ്സേ നന്ദി, ബൈ.